നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 546th day. ടുഡേ പ്രഥമസ്കന്ധ സെക്കൻഡ് ചാപ്റ്റർ 17th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 546 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ശൃണ്വതാം സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്തോഹ്യഭദ്രാണി വിദുനോതി സുഹൃത്സദാം. ഓം തത്സത്. ശൃണ്വതാം സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്തോഹ്യഭദ്രാണി വിദുനോതി സുഹൃത്സദാം. ഓം തത്സത്. ശ്രീകൃഷ്ണ ഭഗവാൻ അവൻ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നാം ശ്രവണ കീർത്തനാദികളോട് കൂടിയിട്ട് ആ ഭഗവാനെ സ്മരിക്കുമ്പോൾ, അതായത് സത്തുക്കളായിട്ടുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ വസിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, നാം ആ ഭഗവാനെ കീർത്തിക്കുകയും ഭജിക്കുകയും നമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ പ്രീതനായിട്ട്, ആ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാൻ അതിൽ പ്രീതനായിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു. അതായത് ജന്മവാസന കൊണ്ട് നമുക്ക് ഓരോരുത്തരിലും പലതരത്തിലുള്ള വാസനകൾ ഉണ്ടാകും. ഇതിൽ മോശമായ വാസനയും ഉണ്ടാകും. അപ്പോൾ നാം ഇങ്ങനെ ഭഗവാനെ കീർത്തിക്കുകയും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ തന്നെ ഉള്ളിലുള്ള മോശമായ വാസനകളെ അഗ്നി എന്ന പോലെ നശിപ്പിക്കുന്നു, കത്തിച്ചു കളയുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ, അതായത് ഭഗവാനെ കീർത്തിക്കാത്തവരുടെ മനസ്സിൽ ഭഗവാൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ അവിടെയും ഭഗവാനുണ്ട്. ഭഗവാനില്ലാത്തതായിട്ടുള്ള സ്ഥലം ഒന്നും തന്നെ ഇല്ല. പക്ഷേ സത്തുക്കളുടെ മനസ്സിൽ, അതായത് ഭഗവത് കഥാശ്രവണാദികളിൽ താല്പര്യന്മാരായിട്ടുള്ള, ആരെയും ദ്രോഹിക്കാത്തതായിട്ടുള്ള സത്വഗുണമുള്ളവരുടെ മനസ്സിലുള്ള ആ ഭഗവാൻ ഉദ്ദീപിക്കപ്പെടുന്നു. എപ്രകാരം നമ്മൾ ചാരത്തിലുള്ള ആ തീയെ ഊതി ഒരു കാഷ്ടമായാലും അത് സ്വയം നശിക്കില്ല. അതിൽ സ്വതവേയുള്ള ആ അഗ്നിയെ നാം ഉദ്ദീപിപ്പിക്കണം. അത് ഊതി അതിനെ ജ്വലിപ്പിച്ചാൽ മാത്രമാണ് അത് കാഷ്ടത്തെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നത്. അപ്രകാരം തന്നെ നമ്മുടെ ഉള്ളിലുള്ള മോശം ആളായാലും ശരി, നല്ല ആളായാലും ശരി, ഭഗവാനെ ശ്രവിക്കുമ്പോൾ അത് ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. ആ ഭഗവത് സ്വരൂപം, ഭഗവത്തിൻ്റെ ആ ആത്മ ചൈതന്യം ഉദ്ദീപിക്കപ്പെടുകയും അത് നമ്മുടെ ദുർവാസനകളെ അകറ്റുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരുടെ ഉള്ളിലും ആ ഭഗവാനുണ്ട്. പക്ഷേ ഭഗവത് ശ്രവണ കീർത്താദികൾ ചെയ്ത് സാത്വിക കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഉള്ളിലുള്ള ആ ഭഗവാൻ ഉദ്ദീപിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവർ ചെല്ലുന്നിടത്തെല്ലാം നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. അവരിലുള്ള ജന്മവാസനകളെ ഭഗവാൻ ഇല്ലാതാക്കുന്നു എന്നാണ് അർത്ഥം. അല്ലാതെ എല്ലാവരിലും ഭഗവാൻ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ശൃണ്വതാം സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്തോഹ്യഭദ്രാണി വിദുനോതി സുഹൃത്സദാം. സുഹൃത്തായിട്ടുള്ള ആ ഭഗവാൻ എല്ലാ ദുർവാസനകളെയും നശിപ്പിക്കുന്നതിന്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട്
ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.